ഹലോ ഹായ്. ഇന്ന് ഞാൻ അയിലക്കറി വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് 1.5 കിലോ അയിലയാണ്. അപ്പോൾ അയിലക്കറി തേങ്ങ മുളക് വെക്കുന്നത് കാണിച്ചു തരാം. ഇന്ന് എൻ്റെ മോളും പേരക്കുട്ടിയും മരുമോനൊക്കെ ഉണ്ട്. അവരൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു ദിവസം അവരിവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ മീൻകറിയും ചോറും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുറിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ പേരക്കുട്ടി സയ. ഹായ് ഹായ് പറഞ്ഞ എല്ലാവരോടും. സുഖമാണെന്ന് വെച്ചേ. എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞേ, ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. എല്ലാവർക്കും കൂടെ ഒരു പ്ലെയിൻ കിസ് കൊടുത്തേ. എല്ലാവരും എൻ്റെ ഉമ്മച്ചിൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെന്ന് പറഞ്ഞേ. ഞാൻ അയിലയൊക്കെ മുറിച്ച് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കാനുള്ള മസാലയൊക്കെ പറഞ്ഞു തരാട്ടെ. ഇതിപ്പോൾ ഞാനൊരു തേങ്ങയാണ് എടുത്തേക്കണത്. 1 കിലോ അയില എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇട്ടിച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരക്കാനിടാം, മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഒരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലൊരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ അരക്കാനായിട്ട് ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ചെറിയ ഉള്ളി ഇതിട്ടിട്ട് അരച്ചിട്ട് വരട്ടേട്ടാ. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ച് ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഞാനൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരപ്പൊന്ന് തിളച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് പുളി ഞാൻ 4 കഷ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പോരെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് സ്പൂൺ ഇളക്കി കൊടുക്കാം. വെള്ളം വേണം, ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിനി തിളച്ച് വരട്ടെ. തിളച്ചേട്ടാ, നല്ലോണം തിളച്ച്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. മൂടി വെച്ച് തിളക്കട്ടെ. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് ഇരുന്നിട്ടും കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ പുളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പുളി ഉണ്ട്, എൻ്റെ പുളി ഞാൻ കീറാതെ ഇട്ടത്. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നെയാണ്, ചെങ്ങന്നൂരിൽ നിന്ന്. നല്ല പുളിയാണ് കേട്ടോ, ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വാങ്ങിച്ച് വെക്കും. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കറി ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് താളിച്ച് വയ്ക്കണം. താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഒരു 10 എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ വയ്ക്കാം. കുറച്ച് അത്യാവശ്യത്തിന് ഓരോരുത്തർ ആവശ്യത്തിന് വെച്ചാൽ മതി വെളിച്ചെണ്ണ. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ശരിക്കും മൊരിയിട്ട് കൊടുക്കാം. നല്ലപോലെ മതിയായിട്ട് കേട്ടോ. ഒരുപാട് തെറ്റുകളൊക്കെ വരുന്നുണ്ട്, അറിയാം. ചിലതൊക്കെ പറയുമ്പോൾ വ്യത്യാസം വരുന്ന തെറ്റിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കണം, ഇതുപോലെയൊക്കെ കറികളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. മീൻകറി മതി എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കൂടുതൽ മീനൊക്കെ കിട്ടിയാൽ ഞാൻ റോസ്റ്റ് ചെയ്യലും മുളക് കറിയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. പക്ഷേ എൻ്റെ മരുമോനിക്കും പേരക്കുട്ടിക്കും മുളക് ഇഷ്ടമില്ല. അവർക്ക് എരിവ് വലിയ എരിവ് കൂടെ പോയാൽ മതി. അതുകൊണ്ടിട്ടാണ് ഇന്ന് തേങ്ങ മുളകാക്കിയത്. ഇത് മൂത്ത് നല്ലപോലെ എന്താ, ഇത് മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ നമുക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് കണ്ട ഒരു കുറച്ച് മുളക് പൊടി ഇടാം. ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ.
ആദ്യം കിടന്നങ്ങ് മൂക്കട്ടെ. കറി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. വാ, കണ്ട കറി ഇങ്ങനെ താളിക്കാൻ, ഈ ഉള്ളി മൊരിയിക്കാൻ നേരത്തേമ്മ ഇങ്ങനെ ചെയ്യണം. മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടും കൂടെ മൂപ്പിക്കുമ്പോൾ ആ കറിയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കും. ഇനി കുറച്ച് സമയം അടച്ച് വെക്കാട്ടോ.